ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പുണ്യ നോമ്പിലൂടെ കടന്നു പോകുന്ന പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തന വചനം ഒന്ന് മനസ്സിലാക്കാം. സങ്കീർത്തനം 1:3. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. അവന്റെ പ്രവൃത്തികൾ സഫലമാകും. ഒരു ദൈവഭക്തന്റെ ലക്ഷണം സങ്കീർത്തകൻ ഇവിടെ വർണ്ണിച്ചു പാടുന്നു. ഒന്ന്, അവൻ നീർച്ചാലിനരികെ നട്ടതായിരിക്കും. നട്ടതെന്ന് പറഞ്ഞാൽ താനെ മുളച്ചു വന്നതല്ല, അതിന്റെ ഉടമ അരുമയോടെ തന്റെ കരങ്ങളാൽ നട്ടത്. അല്ലയോ എന്നെ കേൾക്കുന്നവരെ, ശ്രദ്ധിക്കുക. നീ ഒരു ദൈവഭക്തനാണോ? നീ ദൈവത്തിന്റെ കരങ്ങളാൽ നടപ്പെട്ടവനാണ്. എവിടെ? ദൈവത്തിന്റെ കൺമുൻപിൽ, അവിടുത്തെ ഹൃദയ നീർച്ചാലിൽ. ഇനി ദൈവഭക്തന്റെ അടുത്ത ലക്ഷണം, അവൻ യഥാകാലം ഫലം തരും. അതായത് നീ ആത്മീയ ഫലങ്ങളാൽ നിറഞ്ഞിരിക്കും എന്നർത്ഥം. മറ്റൊരു പ്രത്യേകത, ഇല പൊടിയില്ല. നിന്നെ കാണുന്നവന് ആശ്വാസം കിട്ടും. കാരണം വെയിലേറ്റ് ഒരുവൻ തളർന്നു നടന്നു വരുമ്പോൾ ഇല തിങ്ങി ഫലം ചൂടി നീ നിൽക്കുന്നത് കാണുമ്പോൾ നീയാകുന്ന നോമ്പ് കാലത്ത് ദൈവം നിന്നെ വിളിക്കുന്നു. മറ്റുള്ളവന് ആശ്വാസം നൽകുന്ന ഒരു ജീവവൃക്ഷമാകാൻ, ദൈവത്തിന്റെ മകനായി വ്യാപരിക്കാൻ ഒരു ക്ഷണം. നാഥന്റെ ആ വിളിയോട് നമുക്കൊരു ആമേൻ പറയാം. ആമേൻ.